أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد كأني غداة البين يوم تحمل لدى سمرات الحي ناقف حنظلي وقوفا بها صحبي علي مطيهم يقولون لا تهلك أسوا تجملي وإن شفائي عبرة مهراقة فهل عند رسم دارس من معول. നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. വുഖൂഫൻ ബിഹാ സഹബി അലയ്യ മത്തിയ്യഹും. വുഖൂഫൻ നിർത്തിയവരായ അവസ്ഥയിൽ, ബിഹാ ആ സ്ഥലത്ത്, സഹബി എൻ്റെ കൂട്ടുകാർ മത്തിയ്യഹും അവരുടെ വാഹനങ്ങൾ നിർത്തി. യഖൂലൂന ഏതവസ്ഥയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ലാ തഹ്ലിക്ക് നീ നശിച്ചു പോകരുത്, അസൻ ദുഃഖം കാരണം, വ തജമ്മലി നീ ഒന്ന് ഉഷാറാവണം, ഒന്ന് ഉഷാറാവ്, വിഷമിച്ചിരിക്കല്ലേ എന്നവർ പറയാറുണ്ടായിരുന്നു. ക്ഷമിക്കുക, സംതൃപ്തനാവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വ ഇന്ന ഷിഫാഇ وإن شفائي عبرة مهراقة فهل عند رسم دارس من معول. وإن شفائي തീർച്ചയായിട്ടും എൻ്റെ ശമനം, ആബറത്തുൻ കണ്ണുനീർത്തുള്ളികളാണ്, മുഹറാഖത്തുൻ കുത്തിയൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ. ഫഹൽ എങ്കിലുണ്ടോ, ഇന്ദ റസ്മിൻ അടയാളങ്ങൾക്കരിയിൽ, ദാരിസിൻ മാഞ്ഞുപോയതായ അടയാളങ്ങൾക്കരികളുണ്ടോ, മിൻ മുഅവ്വലി വല്ല അഭയകേന്ദ്രവും ഉണ്ടോ എന്ന് ഇമ്രുൽ ഖൈസ് ചോദിക്കുകയാണ്. വുഖൂഫൻ നിർത്തിയവരായിട്ട്, തല മുതൽ ചെറിയൊരു വിശദീകരണം, സമയക്കുറവ് കാരണം പെട്ടെന്ന് വിശദീകരിച്ച് നിർത്താം ഇൻഷാ അല്ലാഹ്. വുഖൂഫൻ നിർത്തിയവരായിട്ട്. വുഖൂഫൻ എന്നുള്ളത് ജംഉ വാഖിഫിൻ, വാഖിഫിൻ്റെ ജമ്മാണ് എല്ലാവർക്കും അറിയാം. വാഖിഫു എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണ്. വാഖിഫുൻ, വാഖിഫാനി, വാഖിഫൂന, അതിൻ്റെ ജമ്മ് വാഖിഫീന, വാഖിഫൂന എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വുഖൂഫൻ എന്ന് പറഞ്ഞാൽ വാഖിഫീന എന്ന് പറയുന്നത് പോലെ തന്നെ അവർ തന്നെ നിർത്തിയവരായിട്ട്. വഖഫ യഖിഫു, ഈ സാധനം വഖഫ എന്നുള്ളത് സാധാരണ മുതഅദ്ദിയായി ഉപയോഗിക്കാറുണ്ട്, ലാസിമായിട്ടും ഉപയോഗിക്കപ്പെടാറുണ്ട്. മുതഅദ്ദിയായിട്ടാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ അത് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഖിഫ എന്ന് പറഞ്ഞല്ലോ, ലാസിമായിട്ടാണ് ഉപയോഗിച്ചത്, നിങ്ങൾ നിൽക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാഖിഫീന, വഖഫ യഖിഫു, അതിന് ഹബ്സ് ചെയ്യുക, തടഞ്ഞു വെക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, നിർത്തുക, ഈ അർത്ഥത്തിനൊക്കെ വഖഫ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാഖിഫീന വുഖൂഫൻ അത് ജംആയിട്ട്, അവർ തന്നെ നിർത്തിയവരായ അവസ്ഥയിൽ, ബിഹാ ആ സ്ഥലത്ത്. വാഖിഫിൻ്റെ ജമ്മ അതുപോലെ നമ്മൾ ഷുഹൂദൊക്കെ പറയില്ല, ഷുഹൂദ് ഷാഹിദിൻ്റെ ജമ്മാണ് ഷുഹൂദ്. അതേപോലെ റുക്കൂഅ്, റാക്കിഅൻ്റെ ജമ്മു റുക്കൂഅ്. സഹബി എൻ്റെ കൂട്ടുകാർ, ബിഹാ സ്ഥലത്ത്, അലയ്യ എൻ്റെ അരികിൽ, മത്തിയ്യഹും അവരുടെ വാഹനങ്ങൾ. മത്തിയ്യത്തിൻ്റെ ജമ്മാണ് മത്തിയ്യ്. സഹബ് എന്നുള്ളത് സ്വാഹിബിൻ്റെ ജമ്മു സഹബ്. അത് അസഹാബ്, സഹാബ്, സഹാബത്ത്, സഹബ, സഹബാൻ, ഇതൊക്കെ ജമ്മാക്കപ്പെടാറുണ്ട്. കൂട്ടുകാരി, ചങ്ങാതിമാരെന്നാണ് ശരിക്ക്. സഹിബ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, പിന്നെ കൂട്ടുകെട്ടുക എന്നുള്ള അർത്ഥത്തിന് അതിൽ നിന്നുള്ളതാണ്. മത്തിയ്യത്തിൻ്റെ ജമ്മാണ്. അതിനെ മത്തായ, മത്തിയാത്തി എന്നൊക്കെ ജമ്മാക്കപ്പെടാറുണ്ട്. മത്തിയത്ത് എന്ന് പറഞ്ഞാൽ നാക്കത്ത്, ഒട്ടകം, വാഹനം എന്ന് പറയും. പക്ഷേ ഇത് നമ്മൾ വാഹനം എന്ന അർത്ഥം പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ലഹ്ർ, തുർക്കബു ലഹ്റുഹ, അത് അതിൻ്റെ പുറത്ത് കയറുന്നത് കൊണ്ടാണ് മത്തിയ എന്ന അർത്ഥത്തിലേക്ക് വരുന്ന, ലഹ്ർ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന മത്തിയിനെ നമ്മൾ വാഹനം എന്നുള്ള പദത്തിന് ഉപയോഗിക്കാൻ കാരണം എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പദം ഉപയോഗിക്കപ്പെടാറുണ്ട് വാഹനം എന്നുള്ള അർത്ഥത്തിലേക്ക്. യഖൂലൂന അവർ പറയുകയായിരുന്നു, അസ്ലി യഖൂലൂന, എന്താണ് അവർ പറയുന്നത്, ലാ തഹ്ലിക്ക് നീ നശിച്ചു പോകരുത്, അസൻ വിഷമം കാരണം, വത്തജമ്മലി നീ ക്ഷമയുള്ളവനാവണം. വുഖൂഫൻ എന്നുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ സഹബ്. വുഖൂഫൻ എന്നുള്ളത് നമുക്ക് പിന്നെ ഹാലാക്കി വെക്കാം, അല്ലെങ്കിൽ പിന്നെ മഫ്ഊൽ മുത്തലഖായിട്ട് വുഖൂഫൻ എന്നുള്ളത് തർക്കീബ് പറയാം. സഹബ്
സഹബ് എന്നുള്ളത് ഫായിൽ, ജംഉ സാഹിബ്, സാഹിബിൻ്റെ ജമ്മ്. നിർത്തിയവരായിട്ട്, ആ സ്വഹബ് നിർത്തിയവരായിട്ട്, എൻ്റെ കൂട്ടുകാർ നിർത്തി എന്തിന്? അവരുടെ വാഹനത്തെ. അപ്പം ഈ സ്വഹബ് എന്നുള്ളത് വുഖൂഫിൻ്റെ ഫായിൽ, മത്തയ്യ് എന്നുള്ളത് വുഖൂഫിൻ്റെ മഫ്ഊൽ. ഫിഅലിൻ്റെ അമൽ ചെയ്തതാണ് ഇത്. ഫിഅലിൻ്റെ അമൽ ചെയ്യുമല്ലോ. മസ്തറാണെങ്കിൽ മഫ്ഊൽ മുത്തലഖ്, മഫ്ഊൽ മുത്തലഖ് ആണെങ്കിലും പറ്റും. അവർ തന്നെ ഒരു നിർത്തൽ നിർത്തി. ആര്? സ്വഹബ് നിർത്തി അവരുടെ വാഹനത്തെ. അങ്ങനെ മഫ്ഊൽ മുത്തലഖായിട്ട് അങ്ങനെയും അർത്ഥം പറയാൻ പറ്റും. ഇതുപോലെ ബിഫഅലിഹിൽ മസ്തർ അൽഹഖ ഫിൽ അമൽ മുദാഫൻ ഔ മുജറദൻ ഔ മആൽ. മസ്തറിനെ ഫിഅലിൻ്റെ അതേ അമൽ ചെയ്യും. ഇസ്മു ഫായിൽ ആണെങ്കിൽ പറ്റും. എങ്ങനെ? കഫിഅലിഹി ഇസ്മു ഫായിലിൻ ഫിൽ അമലി ഇൻ കാന അൻ മുദിയിഹി ബിമഅസിലി. അൽഫിയലുള്ള രണ്ടും ഇതൊക്കെ ഈ ഇസ്മു ഫായിലിനെ പറ്റിയും മസ്തറിനെ പറ്റിയും ഫിഅലിൻ്റെ അമൽ ചെയ്യും എന്നാണ് അൽഫിയൽ പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിയത്. വുഖൂഫൻ പിന്നെ മസ്തറാണ്. മസ്തർ ഫിഅലിൻ്റെ അമൽ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ഷെയറുകളിലൊക്കെ നമ്മൾ വളരെ കൂടുതലായി കാണുന്നതാണ് ഈ മസ്തറായിട്ടും ഇസ്മു ഫായിലായിട്ടും അമൽ ചെയ്യുകയും, എന്നാൽ അതിൻ്റെ ഈ ഒരു അമൽ നമ്മൾ ദിഹിന് എത്ര പെട്ടെന്ന് നമുക്കതൊരു മനസ്സിലാകാതെ പോയാൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസം വരുന്നതുമായ ഒരു സംഗതിയാണ് ഈ മസ്തർ ഇസ്മു ഫായിലൊക്കെ ഈ ഫിഅലിൻ്റെ അമൽ. കാരണം നമ്മൾ പിന്നീട് വരുന്നതായ ഇതിൻ്റെ മഅമൂല് ചിലപ്പോൾ ഫായിൽ കാണും മസ്തറിൻ്റെ, അല്ലെങ്കിൽ ഇസ്മു ഫായിലിൻ്റെ, അതല്ലെങ്കിൽ അതിൻ്റെ മഫ്ഊൽ കാണും. ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് ഫിഅലിൻ്റെ അമലാണ്, നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ ഇബ്നു കസീറിൽ 10ാം വാല്യത്തിൽ കണ്ട ഒരു സംഭവം ഞാൻ ചെറുങ്ങനായിട്ടൊന്നും വിശദീകരിക്കാം. അത് നമുക്കൊരു ബലാഗയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഇബ്നു കസീർ ഓരോരുത്തരുടെ വഫാത്ത് പറഞ്ഞ സമയത്ത് ഉദ്ധരിച്ചതാണ്. ഇബ്നു കസീർ തങ്ങളുടെ 10ാം ജുസുവിൽ പിന്നെ 389 പേജിൽ പറഞ്ഞ ഒരൊറ്റ സംഭവം ഞാൻ പറയാം. അതായത് ഇത് പിന്നെ ഖലീഫ വാസിഖിൻ്റെ കാലത്തുണ്ടായ സംഭവമാണ്. ജാരിയത്ത്, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, ആ ജോലി ചെയ്യുന്ന പെണ്ണ്, അടിമപ്പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ആളുകൾ കവിത ചൊല്ലുകയും അത് ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയും അന്നും അത് പതിവുണ്ട്. ഈ സാഹിത്യവുമായി ഈ നഹവിൻ്റെ ബലാഗയും നഹവുമൊക്കെ ഏറ്റവും അധികം പുരോഗമിച്ച കാലഘട്ടമാണ് ഈ വാസിഖിൻ്റെ കാലഘട്ടം. അതായത് ഇപ്പോൾ ഇവരൊക്കെ മരിച്ചത് തന്നെ പിന്നെ നമ്മൾ ഈ മാസിനി പിന്നെ അബു ഉസ്മാനിൽ മാസിനി വഫാത്തായത് ഏത് കാലത്താണ്? 248. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇമാം മുബറദ് അദ്ദേഹം 286. ഈ കാലഘട്ടത്തിലുണ്ടായ ഈ മാസിനിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം ഇബ്നു കസീർ തൻ്റെ ആ അൽബിദായ വന്നിഹായയിൽ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ശരിക്കും ചെറിയൊരു കൊടുത്ത്, അതായത് വാസിഖും അവിടുത്തെ പരിവാരങ്ങളും ഖലീഫ വാസിഖും പരിവാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ജാരിയത്ത് ഒന്നാണ്ട് ഈ പദ്യം ചൊല്ലി. ഇത് ചൊല്ലിയ സമയത്ത് അവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ആ വലൂമു ഇന്ന മുസാബക്കും റജുലൻ എന്ന് എന്തിനു പറഞ്ഞു? റജുലൻ എന്നാണല്ലോ പറയേണ്ടത്. നമുക്കിപ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായി ഞാനിത് പറഞ്ഞതുകൊണ്ട്. കാരണം മസ്തറിൻ്റെ അമലുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളവർക്ക്. പക്ഷേ ആളുകളൊക്കെ എന്ത് പറഞ്ഞു? അവിടെ റജുലുൻ എന്നാണ് പറയേണ്ടത്. റജുലൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. അതൊരു വലിയ ചർച്ചയായി. പക്ഷേ ഈ ജാരിയത്ത് വിട്ടില്ല. ജാരിയത്ത് പറഞ്ഞു, എൻ്റെ ഉസ്താദ് എന്നെ ചൊല്ലി പഠിപ്പിച്ചത് അതാണ്, എൻ്റെ ഉസ്താദിനെ ഞാൻ തെറ്റാക്കാൻ ഒരിക്കലും സന്നദ്ധനല്ല. ആ സമയത്ത് ഖലീഫ വാസിഖ് ഈ അബു ഉസ്മാനുൽ മാസിനി അൻ-നഹ്വി, അദ്ദേഹമാണെങ്കിൽ അസ്മായിയുടെ ശിഷ്യനാണ്. അസ്മായി എന്ന് പറഞ്ഞാൽ തന്നെ നഹ്വിൻ്റെ ഏറ്റവും നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അസ്മായിൻ്റെ അഭിപ്രായം എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ മാസിനിൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഇത് രണ്ടും അസ്മായിയുടെ ശിഷ്യനാണ് ഈ അബു ഉസ്മാനുൽ മാസിനി. ഈ അബു ഉസ്മാനുൽ മാസിനിയുടെ ശിഷ്യനാണ് അത് അബുൽ അബ്ബാസുൽ മുബറദ്. ഇതൊക്കെ നമ്മൾ നഹ്വിൻ്റെ കിതാബ് കേൾക്കുന്ന സമയത്ത് അതേപോലെ ബലായിലൊക്കെ ഇഷ്ടംപോലെ പേര് കേൾക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഉസ്താദ് പറഞ്ഞതാണ്, ഞാൻ തിരുത്തൂല എന്ന് ഈ ജാരിയത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നല്ല, അവിടെ ഒരു വലിയ ചർച്ച തന്നെ നടന്നു എന്ന് ഇബ്നു കസീറിൻ്റെ അൽബിദായ വന്നിഹായിൽ പറയുന്നുണ്ട്. എന്താണ് ചർച്ച? എന്തുകൊണ്ട് റജുലുൻ ഇന്ന പറഞ്ഞാൽ ഇന്നൻ ഇസ്മു തഅക്കീദാണ്, അതിൻ്റെ ഇസ്മിന് നസ്ബാണ്, ഖബറിന് റഫാണ്. അപ്പം മുസാബക്കും റജുലുൻ എന്ന് പറയണം. ഇതെല്ലാവർക്കും വ്യാപകമായി അറിയുന്ന അർത്ഥം. പക്ഷേ ഇത് എന്തുകൊണ്ട് ചൊല്ലി? അവസാനം ചർച്ചകൾ നടന്നു. അദ്ദേഹം പറഞ്ഞു, മുസാബ് എന്നുള്ളത് മീമിയായ മസ്തറാണ്. ഈ മസ്തർ ഫീൽഡ് അമലിനെ അമൽ ചെയ്യും. ഈ മുസാബിനെ ഫായിലേക്ക് ഇളാഫത്ത് ചെയ്താണ് കും എന്നുള്ളത്. റജുലൻ എന്നുള്ളത് അതിൻ്റെ മഫ്ഊലാണ്. അവസാനം ആ യസീദിയെ പോലെയുള്ള ആളുകൾ അവിടുന്ന് സമ്മതിക്കുകയും അവർ പരാജയപ്പെടുകയും മാസിനി വിജയിക്കുകയും അദ്ദേഹത്തിനക്ക് 1000 റിയാൽ ദീനാറ് പിന്നെ
സദഖയായി പിന്നെ ഹദിയയായി നൽകിയതും ഈ കിതാബ് ഈ ഇബ്നു കസീർ പറയുന്നുണ്ട്. അവിടെ ഇന്ന മുസാബക്കും റജുലൻ അഹ്ദ സലാമ തഹിയ്യത്തൻ, പിന്നീട് അവൻ്റെ ഇന്നൻ്റെ ഖബറാണ് പറയുന്നത്. ളുൽമു അവസാനം പറയുന്നുണ്ട് ഇന്ന മുസാബക്കും റജുലൻ അഹ്ദ സലാമ തഹിയ്യത്തൻ ളുൽമു, ഇന്ന മുസാബക്കും തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ അതിക്രമം ഏൽപ്പിക്കുക അല്ലെങ്കിൽ വിപത്ത് ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക. ഇത് റജുലൻ ഒരു പുരുഷനെ, എങ്ങനത്തെ പുരുഷൻ? അഹ്ദസ്സലാമ അല്ലെങ്കിൽ റദ്ദസ്സലാമ, നിങ്ങൾക്ക് സലാം പറഞ്ഞു തഹിയ്യത്തായിട്ട്. ആ തഹിയ്യത്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മഫ്ഊൽ മുത്ലഖിന്റെ അഹ്ദന്റെ ഈ ചെയ്യൽ ളുൽമുൻ, അത് ഇന്നൻ്റെ ഖബർ. ളുൽമുൻ അക്രമമാണ്. കാരണം ളുൽമുൻ അവസാനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്നൻ്റെ ഖബർ അവസാനം വരുന്നതുകൊണ്ട് റജുൽ എന്നുള്ള ഖബറാക്കാൻ പറ്റൂലല്ലോ. അതെന്താ? അത് ചെയ്യൽ, അത് ളുൽമുൻ, അത് അതിക്രമമാണ്. തഹിയ്യത്തൻ എന്നുള്ളത് അവിടെ എന്താ ശരിക്കും നമുക്ക് മഫ്ഊൽ മുത്ലഖ് ആക്കാം. എങ്ങനെ? അഹ്ദ തഹിയ്യത്തൻ, തഹിയ്യത്തായിട്ട് നൽകി, അല്ലെങ്കിൽ റദ്ദ തഹിയ്യത്തൻ, അഹ്ദാന്ന് വരികയാണ് ഏറ്റവും നല്ലത്. രണ്ട് രൂപത്തിലും പറയുന്നുണ്ട്. തഹിയ്യത്തൻ എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ് ആക്കാൻ പറ്റും. ഒരു സീഗ ലഫ്ള്, അതേ ലഫ്ളിൻ്റെ മസ്ദർ ലറബ്തു ലർബൻ, അതാണല്ലോ പറയുക. പക്ഷേ നമ്മൾ നബിൻ്റെ കിതാബ് പഠിച്ചല്ലോ ലറബ്തു സൗത്തൻ എന്ന് പറഞ്ഞാൽ ലഫ്ള് മാറിയാലും മഅനയിൽ വലിയൊരു മാറ്റം വരാഞ്ഞാൽ മതി. അതുപോലെ ഖഅത്തു ജുലൂസൻ, ലറബ്തു സൗത്തൻ, ഇതൊക്കെ ലഫ്ളിൽ മാറ്റമുണ്ട്. എന്നതുപോലെ അഹ്ദ തഹിയ്യത്തൻ ഒരേ അർത്ഥമാണ്, മഫ്ഊൽ മുത്ലഖാണ്, അങ്ങനെ ഉപയോഗിക്കപ്പെടാവുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഇബ്നു കസീർ ഉദ്ധരിച്ചു. അത് പിന്നെ വലിയ ഇവരുമായി ബന്ധപ്പെട്ട അബൂ ഉസ്മാനുൽ മാസിനിയുമായി ബന്ധപ്പെട്ട സംഭവമായതുകൊണ്ടാണ്. ഇതിൻ്റെ അവസാനം ഒരു സംഭവം കൂടി പറയുന്നുണ്ട്. അതായത് ഈ മഹാനായ പിന്നെ ബഹുമാനപ്പെട്ട മുബറദാണ് ഇത് ഉദ്ധരിക്കുന്നത്. മുബറദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുബറദ്. നമ്മൾ മുബറദ് എന്നാണ് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞത്. മുബറദ് ശരിക്ക് അങ്ങനെയല്ല. അതിൻ്റെ പ്രയോഗശൈലി എന്താ? മുബരിദ് എന്നാണ് അദ്ദേഹത്തിനിക്ക് ഇഷ്ടപ്പെട്ടത്. ശരിക്ക് കൂഫക്കാർ മുബറദ് എന്ന് പറഞ്ഞാൽ തണുപ്പൻ, തണുപ്പിക്കപ്പെട്ട ആൾ എന്നാണ്. ഒരു തണുപ്പ് എപ്പോഴുള്ള ഒരാൾക്കാണ് മുബറദ് അറബി ഭാഷയിൽ. എന്നാൽ ഇദ്ദേഹം ബസറക്കാരനാണ്. ബസറക്കാർ കൂഫക്കാർ രണ്ട് അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ ബസറക്കാരുടെ കൂട്ടത്തിൽ പറഞ്ഞ രാജാക്കന്മാരാണ് ഈ അസ്മായി മാസിനിയൊക്കെ. അപ്പോൾ അവർ ബസറക്കാർ ഇതിനെ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മുബറദ് എന്നും മുബരിദ് എന്നും സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മുബറദ് എന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് ഇദ്ദേഹത്തെ മുബറദ്, തണുപ്പൻ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ശരിക്ക് മുബരിദ് എന്നാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നും, പിന്നെ അദ്ദേഹത്തെ പിന്നെ ഈ ബസറക്കാർ മുബറദ് എന്നും, പിന്നെ കൂഫക്കാർ മുബറദ് എന്നും ബസറക്കാർ മുബരിദ് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം എന്താ? കൂഫക്കാർക്ക് ഇദ്ദേഹത്തോട് വെറുപ്പായതുകൊണ്ട് തണുപ്പൻ. നേരെ മറിച്ച് മുബരിദ് എന്ന് പറഞ്ഞാൽ എല്ലാ ചൂടുള്ള ആളുകളെയും ആര് ചർച്ചയ്ക്ക് വന്നാലും അവരെയൊക്കെ തണുപ്പിക്കുന്ന വ്യക്തി എന്നുള്ള ആൾക്കാണ് മുബരിദ്. അതുകൊണ്ട് നമ്മളൊക്കെ ശരിക്ക് സാധാരണ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് മുബറദ് എന്ന് തന്നെയാണെങ്കിലും അദ്ദേഹത്തിനിക്ക് ഇത് തൃപ്തിയില്ലായിരുന്നു എന്ന് ചില കിതാബുകളിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ സത്യം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ കൂഫക്കാർ ബസറക്കാർ എത്രത്തോളം പറഞ്ഞു വൽകസ്റു ഫീ റാഇൽ മുബരിദി വാജിബു വബിഗൈരി ഹാദാ യന്ദിഖു സുഫഹാഉ, മുബരിദിൻ്റെ റായിന് കസ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇതല്ലാതെ പറയൽ സുഫഹാക്കളാണ്, വിഡ്ഢികളാണ്. ഈ വിഡ്ഢികൾ എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? കൂഫക്കാരെ കുറിച്ചാണ്. ആരാണിത് പറയുന്നത്? ബസറക്കാരായ ആളുകളാണ് ഇത് ചൊല്ലിയത്. അപ്പോൾ ബസറക്കാർ മുബരിദ് എന്നാണ് പറയുക. അപ്പം മുബരിദ് കസ്റ് ചെയ്യൽ നിർബന്ധമാണ്. സുഫഹാക്കൾ എന്ന് പറഞ്ഞാൽ കൂഫക്കാർ സുഫഹാക്കളാണ്, അതുകൊണ്ടാണ് മുബറദ് എന്ന് പറയുന്നത് എന്നാണ് ഈ പറഞ്ഞത്. അപ്പം ഞാനിത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ബേത്തിൻ്റെ അടിയിൽ ചെറിയൊരു ബേത്തും കൂടി പറയുന്നുണ്ട്. മുബറദ് എന്ന് പറഞ്ഞത് ഞാനത് പറയാൻ കാരണം മുബറദ് അദ്ദേഹത്തിൻ്റെ മാസിനിയെ തൊട്ട് ഉദ്ധരിച്ച ഒരു സംഭവം, ചെറിയൊരു സംഭവം. ആ സംഭവം ഇങ്ങനെ ഉദ്ധരിച്ച് അതിൻ്റെ ബാക്കിൽ ഇതെന്തിനു പറഞ്ഞു എനിക്കറിയില്ല. ആ ഇബ്നു കസീർ അവസാനം പറയുന്നുണ്ട്, ഈ മുബറദ് ഉദ്ധരിക്കുകയാണ് കാല അഖറഅതു റജുലൻ കിതാബ സീബവൈഹി. ആരാ പറഞ്ഞു? മാസിനി പറയാം, ഞാൻ വായിച്ചു കൊടുത്തു സീബവയുടെ കിതാബ്. സീബവയ്ക്ക് ഒരുപാട് കിതാബുകളുണ്ട്. ഈ ബലാഗയിലും നഹ്വിലൊക്കെ ഒരുപാട് കിതാബുണ്ട്. അദ്ദേഹം അഖറഅതു എന്ന് പറഞ്ഞാൽ വായിച്ചു കൊടുക്കുക, വായിച്ച് കേൾപ്പിക്കുക എന്നൊക്കെ പറയാൻ അർത്ഥത്തിലുണ്ട്. നമ്മൾ സലാം പറഞ്ഞ ആക്കുമ്പോൾ പറയും അഖ്റി മിന്നി സലാം. നമ്മൾ ഒരാളോട് പറയാം ഇൻ്റെ സലാം ഇന്നാക്ക് പറയണം എന്ന് പറയുമ്പോൾ അഖ്റി നീ പറഞ്ഞയക്കണം, പറയണം എൻ്റെ സലാം. അതിന് അഖ്റ എന്നുള്ള പദം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അഖറഅതു റജുലൻ, ഞാനൊരു പുരുഷന് വായിച്ചു കൊടുത്തു. മാസിനി പറയാം കിതാബ് സീബവൈഹി, സീബവൈമിൻ്റെ കിതാബ്, ഒരു വലിയ കിതാബ്, ഇലാ ആഖിരിഹി, അവസാനം വരെ ആര് വായിച്ചു കൊടുത്തു? മാസിനി ഒരാൾക്ക് വലിയ പൈസ ഒക്കെ കൊടുത്ത് പാരിതോഷികം കൊടുത്ത് കിതാബ് വായിച്ചു കൊടുത്തു. പക്ഷേ കിതാബൊക്കെ കഴിഞ്ഞ് അവസാനം അദ്ദേഹം പറഞ്ഞു അമ്മ അൻത അയ്യോ ഷെയ്ഖു, ഓ ഷെയ്ഖ്, അപ്പം നിങ്ങൾ ജസാക്കല്ലാഹു ഖൈർ, അങ്ങക്ക് അള്ളാഹ് എന്ത് തരട്ടെ,
ഖൈർ പ്രദാനം ചെയ്യട്ടെ. അമ്മ അൻത, നിങ്ങൾക്ക് അള്ളാഹ് ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്നാൽ അമ്മ അന, എൻ്റെ അവസ്ഥ ഫവല്ലാഹി, അള്ളാഹനെ തന്നെയാണ് സത്യം, മാ ഫഹിംതു മിൻഹു ഹർഫൻ, ആ സീബവീൻ്റെ കിതാബിൽ നിന്ന് എനിക്കൊരക്ഷരം പോലും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കിതാബ് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നർത്ഥം. നമ്മൾ പഴയ കാലത്ത് ആരോ പറഞ്ഞല്ലോ, രാമനും സീതയും വായിച്ച് എന്താണെന്ന് അവസാനം ചോദിച്ചു എന്ന് പറഞ്ഞ ഒരവസ്ഥ. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ കിതാബിൻ്റെ ഈ മുസാബിൻ്റെ ഈ സംഭവം പറഞ്ഞ് ഇതിൻ്റെ അവസാനം പറഞ്ഞപ്പോൾ ഞാനതൊന്ന് വായിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മസ്തർ ഫീൽഡിൻ്റെ അമൽ ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ബാക്കി ഞാൻ ഇതിൻ്റെ ബാക്കി പറയാം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു വിധത്താണ് ഫത്തിഷു അയ്യൂബക ഖബല ഐബി ഗൈറക മൻ കുല്ലി മിനൻ നാസി മിൻ ഐബി ലഹു സലിമ. തെറ്റുണ്ടോ വായിച്ചു കൊടുത്ത് നിൽക്കാറില്ല, അവിടെ അതിൻ്റെ ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട് പഴയ കാലത്ത് കേട്ട ഓർമ്മയെ വായിച്ചെന്നുള്ളൂ. ഫത്തിഷു അയ്യൂബക, നിൻ്റെ ഐബുകളെ, ന്യൂനതകളെ നീ ശരിക്ക് പരിശോധിക്കണം. ഖബലൽ ഐബി, ഇവിടെ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ഇളക്കാം. അപ്പോൾ ചിലവർ ഈ ഷായറിനെ മുസന്നിഫിനെ തിരുത്താനൊക്കെ നോക്കും. ഖബല ഐബി വൈരിക്കുക, നമുക്കിത് എന്താ ശരിക്കും മനസ്സിലാക്കിയ ഒരു പ്രയാസമില്ല. ഫത്തിഷ്, നീ പരിശോധിക്കുക, അയ്യൂബക്ക, നിൻ്റെ ഐബുകളെ. ഖബലൽ ഐബി, അത് ആബ അയ്യൂബിൻ്റെ മസ്തറ, ഐബ് ഐബാക്കുക, വഷളാക്കുക. ഖബലൽ ഐബി, നീ തന്നെ വഷളാക്കുന്നതിൻ്റെ മുമ്പ് വൈറക്ക, നീ അല്ലാത്ത മറ്റൊരുത്തനെ. അപ്പോൾ ഇവിടെ എന്തായി, ഐബ് വൈറ എന്നുള്ളത് മഫൂലായി. ഈ ഖബലൽ ഐബി അതിൽ ദമീർ ഫായിൽ, നീ തന്നെ ഐബാക്കുക, ദമീർ ഫായിൽ ഉണ്ടാവില്ല, ദമീർ സ്വയബിലേക്ക് മടങ്ങുമ്പോൾ നീ തന്നെ ഈ ഫത്തിഷിൻ്റെ ദമീറിലേക്ക് മടക്കും, ആ ദമീറാണ് ഫായിൽ. നീ തന്നെ ഐബാക്കുന്നതിൻ്റെ മുമ്പ് വൈറക്ക, നീ അല്ലാത്ത മറ്റൊരുത്തനെ. അല്ലാതെ ആദ്യം പറഞ്ഞ ഒയ്യൂബക്ക, നിൻ്റെ ഐബുകളെ പരിശോധിക്കുക, പിന്നെ ഖബലൽ ഐബി, ഐബിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പറ്റൂല. അവിടെ അർത്ഥം പറഞ്ഞാൽ നമ്മളെന്ത്, നീ തന്നെ വശമാക്കുന്നതിൻ്റെ മുമ്പ് നീ വൈറക്ക, നീ അല്ലാത്ത ഒരുത്തനെ. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് നമ്മളിതിൻ്റെ ശ്രദ്ധ പോകാത്തതുകൊണ്ട് മാത്രം ചെറിയ അഭിപ്രായ വ്യത്യാസം വരും. ഇതൊക്കെ ഞാൻ സാധാരണക്കാർ, ചെറിയ ഡിഗ്രിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞത് മാത്രം. അടുത്ത വരി ബാക്കി ഞാൻ വിശദീകരിക്കാം.